കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത കെ സുധാകരൻ സീറ്റ് നൽകിയില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെ നേതൃത്വം വഴങ്ങുന്നു എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സുധാകരൻ. പാർലമെന്റിൽ നിന്നും കേരള ഹൌസിൽ നിന്നും NOC വാങ്ങുകയും ചെയ്തു. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, MP മാർ മത്സരിക്കുമോ എന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ സുധാകരൻ മത്സരിക്കുമോ എന്ന് സുധാകരൻ തന്നെയാണ് ഈ നിമിഷവും തീരുമാനിക്കുന്നത്. മാധു, അങ്ങനെ തന്നെയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. സമർപ്പിക്കേണ്ട രേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞു. എന്തായാലും കണ്ണൂരിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. രാഹുൽ ഗാന്ധി CEC-യിൽ എടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. MK രാഘവൻ എന്തായാലും സീറ്റില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽ എല്ലാ സീറ്റുകളെയും UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കെ സുധാകരൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു നിൽക്കുന്നു. പാർട്ടി നിലപാട് വന്നാൽ വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. എപ്പോഴാണ് CEC-യിൽ നിന്നും തനിക്ക് ഔദ്യോഗികമായി ആ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്, അതിന് തൊട്ടു പിന്നാലെയായിരിക്കും പ്രതികരണം. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ഉറച്ച അങ്ങനെ പ്രധാനപ്പെട്ട അനുയായികൾക്ക് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കെ സുധാകരൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി നടന്ന പ്രകടനമൊക്കെ അതിന്റെ ഒരു സൂചനയാണ്. വിട്ടുവീഴ്ചയില്ല എന്നതിന്റെ സൂചന കൂടിയായി കരുതുന്നു. പലതരത്തിൽ അനുനയ നീക്കങ്ങൾ നടന്നെങ്കിൽ ഒന്നിനും വഴങ്ങിയില്ല. ഇന്നലെ രാത്രി AP അനിൽകുമാറും ഷാഫി പറമ്പിലും ഏതാണ്ട് 1 മണിക്കൂറിലേറെ സംസാരിച്ചെങ്കിലും കെ സുധാകരൻ കടുത്ത നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയും പലവട്ടം സംസാരിച്ചു. ഇനി ഏത് നേതാവായിരിക്കും സംസാരിക്കുക? ഇനി രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് മറ്റ് ഇടപെടലിന് ഒരു സാധ്യതയുമില്ല. രാഹുൽ ഗാന്ധി വഴങ്ങുമോ എന്നതാണ്. കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങി മത്സരിക്കാൻ അനുവാദം നൽകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. ശരി, നോബൽ മാരിക്കാരൻ ആ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. നോബൽ, മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അത് സാങ്കേതികമായ കാര്യങ്ങൾ വരെ പൂർത്തിയാക്കുന്നു സുധാകരൻ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴി എന്താണ് വഴങ്ങാതെ? മധു, ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴികൾ ഈ ഘട്ടത്തിൽ ഒന്നും ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പുനരാലോചന ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ സുധാകരനാണെങ്കിൽ മത്സരിക്കാൻ വേണ്ട എല്ലാ പേപ്പറുകളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ കേരള ഹൗസിൽ നിന്നും പാർലമെന്റിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റ് കടബാധ്യതകളൊന്നും ഇല്ലാതെ വ്യക്തമാകും സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങുന്നതിന് വേണ്ടി നടപടികൾ പൂർത്തിയാക്കി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ്. ആ യോഗത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ സുധാകരൻ മത്സരിക്കേണ്ട തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കെ സുധാകരൻ ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനം നടത്താനുള്ള സാഹചര്യം, പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം 11 മണിക്ക് നടക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതിന് പിന്നാലെ ഒരു പട്ടിക പുറത്തുവരും. ആ പട്ടികയിൽ കണ്ണൂരിൽ തന്റെ പേരിലേക്ക് പിന്നാലെ പൊട്ടിത്തെറിച്ച് പ്രവർത്തക സമിതി അംഗത്തോടക്കം രാജിവെച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകാനാണ് സുധാകരൻ ഒരുങ്ങിയിരുന്നത്. പക്ഷേ എന്താണെങ്കിലും ആ CEC ഇന്നിപ്പോൾ വൈകിട്ടാണ് ചേരുന്നത്. എന്താണെങ്കിലും CEC-യിൽ കെ സുധാകരന്റെ പേരില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുനരാലോചനകൾ ഇപ്പോൾ നടക്കുന്നത്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനമായി വരുന്നത്. പക്ഷേ അപ്പോഴും കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റമില്ലെങ്കിൽ അത് കോൺഗ്രസിന് പ്രതിസന്ധി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് നേതാക്കൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാധു, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്. കെ സുധാകരന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ വാർത്ത.